ഓൺലൈൻ വാതുവയ്പ്പുകൾക്ക് അടിമയായ യുവാവ് മക്കളുടെ മുന്നിലിട്ട് പോലീസുകാരിയായ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. ഭർത്താവിന്റെ ശല്യം കാരണം മക്കളോടൊത്ത് വാടക വീട്ടിലേക്ക് മാറിയതോടെ മാപ്പ് പറയാനെന്ന വ്യാജേന എത്തിയായിരുന്നു കൊടും ക്രൂരത. ബംഗളൂരുവിലാണ് സംഭവം. മഹാദേവപുര പോലീസ് സ്റ്റേഷനിലെ 32 വയസ്സുള്ള മഞ്ജുളയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് പ്രദീപ് പോലീസിന്റെ കസ്റ്റഡിയിലായി. 15 വർഷം മുൻപാണ് ഇവർ വിവാഹിതരായത്. എന്നാൽ അടുത്ത കാലത്തായി പ്രദീപ് ഓൺലൈൻ വാതുവയ്പ് ആപ്പുകൾക്ക് കടുത്ത അടിമയായി മാറുകയായിരുന്നു. ഇതുമൂലം കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലുമായി. കൂടാതെ ഭാര്യയുടെ സ്വഭാവത്തിൽ പ്രദീപ് നിരന്തരം സംശയം പ്രകടിപ്പിച്ചു. കുട്ടികളുടെ പിതൃത്വത്തെ ചൊല്ലി തർക്കങ്ങളും തുടർന്നു. ഭർത്താവിന്റെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നതോടെ മഞ്ജുള നാരായണപുരയിൽ കുടുംബം താമസിക്കുന്ന വാടക വീട്ടിലേക്ക് താമസം മാറിയതായിരുന്നു. എന്നാൽ മാപ്പ് ചോദിക്കാനെന്ന വ്യാജേന പ്രദീപ് മഞ്ജുളയുടെ വീട്ടിലെത്തുകയും തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നുവെന്നും ഒത്തുതീർപ്പിനായാണ് വന്നതെന്നും മഞ്ജുളയെ വിശ്വസിപ്പിച്ചു. തന്നോട് ക്ഷമിക്കണമെന്നും തിരികെ വീട്ടിലേക്ക് വരണമെന്നും ഇയാൾ അപേക്ഷിച്ചു. എന്നാൽ ജാക്കറ്റിനുള്ളിൽ പ്രദീപ് ഒരു കത്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സംസാരിക്കുന്നതിനിടെ മഞ്ജുള അടുത്തേക്ക് ചെന്നതോടെ പ്രദീപ് കടന്നു പിടിക്കുകയും കത്തി ഉപയോഗിച്ച് തുടരെ കുത്തുകയുമായിരുന്നു. 10-ലധികം തവണയാണ് മഞ്ജുളയ്ക്ക് കുത്തേറ്റത്. 2 മക്കളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മുന്നിൽ വെച്ചായിരുന്നു ഈ ക്രൂരത. അമിതമായി രക്തം വാർന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസുകാരി മരിച്ചു. കൊലപാതകത്തിന് മുൻപ് പ്രദീപ് ഒരു സെൽഫി വീഡിയോയും ചിത്രീകരിച്ചിരുന്നു. തന്റെ വാതുവയ്പ് ശീലം കാരണം ഭാര്യയും മക്കളും കടുത്ത ദുരിതത്തിലാണെന്നും താനും ഭാര്യയെ മരിക്കാൻ പോവുകയാണെന്നുമായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ಇವತ್ತು ಅಷ್ಟೇ ನಾನು ಬೆಳಿಗ್ಗೆ ನಮ್ಮ ಬಾಮೈದಂಗೂ ಅಷ್ಟೇ ನಮ್ಮ ಮಾವಾಗೂ ಅಷ್ಟೇ ಫೋನ್ ಮಾಡಿ ಹೇಳಿದ್ದೀನಿ ಈಗ ಮಾತಾಡಿ ಅಂತ. ಸಾಯಂಕಾಲ ಒಂದು 6 ಗಂಟೆಗೆ ಅವಳು ಕೆಲಸದಿಂದ ಬಂದೇ ಬರ್ತಾಳೆ. ಕೆಲಸಕ್ಕೆ ಯಾರು ಬಿಟ್ಟು ಹೇಳಿದ್ಬಿಟ್ಟರೆ ನಡ್ಕೊಂಡು ಬರಲೇಬೇಕು. ನಾನು ಅವಳ ಹತ್ರ ಇನ್ನೊಂದ್ಸಲ ಕೇಳಿ ನೋಡ್ತೀನಿ, ನೋಡು ಬಂದಿಡ ಹಿಂಗೆ ಬಂದ್ಬಿಡ ನಾವು ಚೆನ್ನಾಗಿರೋಣ ಬಾ ಅಂತ ಹೇಳ್ತೀನಿ. ಅವಳು ಏನಾದರೂ ಬರಲ್ಲ ಆಡ್ಬಿಟ್ಟು ಅನ್ಕೊಂಡು ತಿರ್ಗಾಡ್ಕೊಂಡು ಪಗ್ರಾಡ್ಕೊಂಡು ಹೋದ್ರೆ ಅಲ್ಲೇ ಅವಳನ್ನ ಸಾಯಿಸ್ಬಿಡ್ತಾನೆ. ಯಾಕಂದರೆ ಇವತ್ತು ಅವಳಿಗೆ ಇಷ್ಟೊಂದು ತಲೆ ಕೆಡಿಸಿರೋದು ಉಮಾ. ಅವಳಿಗೆ ಉಮಾ ಅನ್ನೋಳು ನಮ್ಮ ನಾದಿ ಎಷ್ಟು ಮಾತಾಡ್ತಾಳೆ ನಾನು ಹೆಂಡತಿ ಹತ್ರ ಅಂದರೆ ಅಷ್ಟು ಮಾತಾಡ್ತಾಳೆ. ನಾನು ಹೆಂಡತಿ ಇಷ್ಟು ಒಳ್ಳೆಯವಳು ಅಂತ ಹೇಳಿದ್ರೆ ಅವಳ ಎಷ್ಟು ಹಾಳು ಮಾಡಿದಳು. ಉಮಾ ಅನ್ನೋ ಹುಡುಗಿ ಅಮ್ಮ ಉಮಾ ನಮ್ಮ ಅತ್ತೆ ಚೆಲ್ವಿ ಇವರಿಬ್ಬರು ಇದ್ದಿದ್ದು ಜಾಸ್ತಿ. ಯಾಕಂದರೆ ನಮ್ಮ ಅತ್ತೆಗೆ 3 ಜನ 4 ಜನ ಗಂಡಂದಿರು. 4 ಜನ ಗಂಡು ಸ್ವಂತ ನಮ್ಮ ಮಾವ ಈ ನಾಣಪ್ಪ ಇದನ್ನಲ್ಲೇ ಇವಾಗ. ಸಾರಿ ಡಿಯರ್ ಫ್ಯಾಮಿಲಿ ಮೆಂಬರ್ಸ್, ಡಿಯರ್ ಫ್ರೆಂಡ್ಸ್, ಪ್ರತಿಯೊಬ್ಬರಿಗೂ ನಾನು ಸಾರಿ ಕೇಳಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ. ಯಾಕೆ ಅಂತ ಹೇಳಿದ್ರೆ ಜೀವನದಲ್ಲಿ ನಾನು ಹೇಳ್ತಾ ಇದ್ದೀನಿ ಕೇಳಿ, ಯಾವತ್ತು ಯಾರೇ ಆಗಲಿ ಆನ್ಲೈನ್ ಬೆಟ್ಟಿಂಗ್ ಆಡಬೇಡಿ, ಆನ್ಲೈನ್ ಗೇಮ್ಗಳು ಆಡಬೇಡಿ. ಅದರಿಂದ ನಾನು ಸಾಯ್ತಾ ಇದ್ದೀನಿ, ನನ್ನ ಹೆಂಡತಿ ಕೂಡ ಸಾಯ್ತಾ ಇದ್ದಾಳೆ. ಏನಕ್ಕೆ ಅಂತ ಕೇಳಿದ್ರೆ ಹೇಳ್ತೀನಿ ಕೇಳಿ, ನನ್ನ ಈ ಒಂದು ಬೆಟ್ಟಿಂಗ್ ಆ್ಯಪ್ಗಳಿಂದ ಈ ಒಂದು ಬೆಟ್ಟಿಂಗ್ ಆಡಿ ನಾನು ಹಾಳಾಗಿ ಹೋಗಿರೋದ್ರಿಂದ ನನ್ನ ಹೆಂಡತಿ ಮಕ್ಕಳು ಬೀದಿಗೆ ಬಂದರು. ನಾವಿದ್ದಿದ್ದು ಬಾಡಿಗೆ ಮನೆಯಿಂದ ಬಂದು ನಮ್ಮ ಅತ್ತೆ ಮನೆ ಹತ್ರ ವಾಸ ಮಾಡಿ ಅಲ್ಲಿ ಅನುಭವಿಸಿರೋ ಕಷ್ಟಗಳು ಒಂದಲ್ಲ ಎರಡಲ್ಲ. ಯಾಕೆ ಅಂತ ಹೇಳಿದ್ರೆ ದುಡ್ಡು ಅನ್ನೋದು ಎಷ್ಟು ಮುಖ್ಯ ಅಂತ ಹೇಳಿದ್ರೆ ಇವತ್ತು ಅದೇ ದುಡ್ಡಿಂದ ನನ್ನ ಜೀವನ ಹಾಳಾಗೋಯ್ತು. ಯಾಕೆ ಅಂತ ಹೇಳ್ತೀನಿ. കൊലപാതകം നടത്തി ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഊർജിത അന്വേഷണത്തിനൊടുവിൽ ഒളിവിൽ നിന്ന് പിടികൂടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ് കൊച്ചിൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും, ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗാദറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ലൈവ് DJ, ലൈവ് മ്യൂസിക് പെർഫോമൻസ്, മാജിക് ഷോ, മെന്റലിസം പ്രോഗ്രാംസ്. മിനാർ ക്രൂയിസ് കൊച്ചിൻ. ഫോൺ 8089021666 7034191993.